നമസ്കാരം. പ്രകൃതിക്ഷോഭത്തിന്റെ ദുരിതങ്ങൾക്കിടയിലും സാധാരണക്കാർക്ക് ആശ്വാസമായി നീണ്ടൂരിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പ് ശ്രദ്ധേയമാകുന്നു. നീണ്ടൂർ സെന്റ് മൈക്കിൾസ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ നാടൻ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഭക്ഷണക്രമമാണ് ഒരുക്കിയിരിക്കുന്നത്. നീണ്ടൂർ സെന്റ് മൈക്കിൾസ് പള്ളിയും പഞ്ചായത്തും നാട്ടുകൂട്ടായ്മയും ചേർന്നാണ് ക്യാമ്പിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. രാവിലെ കപ്പ ബിരിയാണിയും ഉച്ചയ്ക്ക് വരാൽ കറിയും മീൻ വറുത്തതും വൈകിട്ട് കോഴിക്കറിയും അടങ്ങിയ വിഭവസമൃദ്ധമായ മെനുവാണ് ഇവിടെ തയ്യാറാക്കുന്നത്. 15-ാം വാർഡിലെ 32 പേരാണ് നിലവിൽ ഈ ക്യാമ്പിൽ കഴിയുന്നത്. ആകെ 12 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ദിവസം അത്താഴത്തിന് ചിക്കൻ കറിയും പുളിശ്ശേരിയും അച്ചാറുമാണ് വിളമ്പിയത്. നീണ്ടൂർ പള്ളി വികാരി ഫാദർ മാത്യു കന്നുവെട്ടിയിൽ ക്യാമ്പിൽ സന്ദർശനം നടത്തുകയും അത്താഴത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. വത്തിക്കാൻ സ്ഥാനപതിയും അംബാസഡറുമായ ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ വൈലിങ്കൽ അത്താഴത്തിനെത്തിയത് ക്യാമ്പിലെ അന്തേവാസികൾക്ക് വലിയ ആവേശമായി മാറി. കാർഷിക ഗ്രാമമായ നീണ്ടൂരിൽ 60% പ്രദേശങ്ങളും പാടശേഖരങ്ങളാണ്. പഞ്ചായത്തിലെ 10, 13, 14, 15 വാർഡുകളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷമായ ദുരിതം വിതച്ചിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണെങ്കിലും ക്യാമ്പിലെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും കാഴ്ചകൾ ദുരിതബാധിതർക്ക് വലിയൊരു ആശ്വാസമായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.